പൊന്നാനി നഗരം വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചു തുടങ്ങി. അനക്സ് കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായാണ് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത്. നിലവിൽ വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ദിനംപ്രതി വിവിധ സേവനങ്ങൾക്കായി നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പൊന്നാനി വില്ലേജ് ഓഫീസ് കെട്ടിടമാണ് സൗകര്യ വിപുലീകരണത്തിനായി പൊളിച്ചുമാറ്റിയത്. പുതിയ അനക്സ് കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലെ വില്ലേജ് ഓഫീസ് പൊളിക്കാൻ തീരുമാനിച്ചതോടെ ഓഫീസ് താൽക്കാലികമായി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു. വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിക്കുന്നതിനായുള്ള ടെൻഡർ സ്ഥിരീകരിച്ചുകൊണ്ട് കളക്ടറുടെ ഉത്തരവ് ഇറങ്ങിയിരുന്നു. GST ഉൾപ്പെടെ 59,850 രൂപയ്ക്കാണ് കെട്ടിടം പൊളിക്കുന്നത്. ചുറ്റുമതിലും ഇതോടൊപ്പം തന്നെ പൊളിച്ചുമാറ്റും. 10 കോടി രൂപ ചിലവഴിച്ചാണ് സിവിൽ സ്റ്റേഷനിൽ അനക്സ് കെട്ടിടം നിർമ്മിക്കുന്നത്. പൊന്നാനി മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ തെക്ക് ഭാഗത്തായാണ് അനക്സ് കെട്ടിടം നിർമ്മിക്കാൻ ധാരണയായിട്ടുള്ളത്. പൊന്നാനി വില്ലേജ് ഓഫീസ് പൊളിച്ചുമാറ്റി ഈ സ്ഥലം കൂടി ഏറ്റെടുത്ത് 3 നില കെട്ടിടം നിർമ്മിക്കാനാണ് തീരുമാനം. ഏകദേശം 12ഓളം ഓഫീസുകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കും കെട്ടിടം നിർമ്മിക്കുക. മിനി സിവിൽ സ്റ്റേഷനുമായി കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും കെട്ടിടത്തിന്റെ ഘടന. പൊന്നാനി, പുതുപൊന്നാനി, വെള്ളീരി, പള്ളപ്രം, പുന്നത്തിരുത്തി, കടവനാട് എന്നീ 6 ദേശങ്ങളും പൊന്നാനി നഗരം, പുന്നത്തിരുത്തി, കടവനാട് എന്നീ 3 അംശവുമാണ് പൊന്നാനി വില്ലേജിന് കീഴിലുള്ളത്. പൊന്നാനി നഗരസഭയിലെ 65% ജനസംഖ്യയും ഈ വില്ലേജിന് കീഴിലാണ് വരുന്നത്. 30-ലേറെ വാർഡുകളും ഉൾപ്പെടുന്നതും പൊന്നാനി വില്ലേജിലാണ്. NCV ന്യൂസ്, പൊന്നാനി.